ഞാൻ ഇപ്രാവശ്യം പോയ ആകെ ഒരു നോമ്പ് തുറയായിരുന്നു ഇത്. കഴിഞ്ഞ തവണ 5ഓ 10ഓ നോമ്പ് തുറക്കാൻ മറ്റോ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ നോമ്പ് തുറക്ക് പോകുന്നതിനേക്കാളും ഇവിടെയും ഞാൻ പറഞ്ഞതിനേക്കാളും വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. 6:50-നായിരുന്നു നോമ്പ് തുറ. പക്ഷേ ഇവിടെ ഞാൻ എത്തിയത് ഏകദേശം 6:05 ആകുമ്പളാ. അങ്ങനെ എങ്ങനെയല്ലോ 6:50 വരെ ആക്കിയിട്ട് എല്ലാവരും നോമ്പ് തുറക്കുന്ന കൂട്ടത്തില് ഞാനും ചെറുതായിട്ട് ചെറിയ രീതിയിൽ നോമ്പ് തുറന്ന ശേഷം ഒരു പ്ലേറ്റുമായിട്ട് നേരെ ആ ക്യൂവിൽ പോയിട്ട് അങ്ങോട്ട് നിന്നേ. ബ്രെഡ് ഐറ്റംസിൽ പൊറോട്ട ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് മൈദ ആയതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞിട്ട് 2 നെയ്പ്പത്തലിട്ടോന്ന് പറഞ്ഞു. നെയ്പ്പത്തലിൻ്റെ സൈഡിലായിട്ട് ചിക്കൻ കറി ലേശം ഒഴിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒഴിച്ച ഒരൊറ്റ പീസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചങ്ങായിനോട് ഒരിക്കലും കൂടി ഒഴിക്കാൻ പറഞ്ഞു. പിന്നെ ക്യൂ മുന്നോട്ട് പോകാണ്ട് വെജിറ്റബിൾ കറീൻ്റെ മുമ്പിൽ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി പോയി. അന്നേരം ഉണ്ട് ആ ചങ്ങായി വെജിറ്റബിൾ കറി എൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നത്. അതെനിക്ക് വേണ്ടേനു. പിന്നെ കുറച്ച് ബിരിയാണി റൈസ് ഇട്ട് ആ റൈസിൻ്റെ സൈഡിലായിട്ട് ബിരിയാണീൻ്റെ ഒരു പീസ് ചിക്കൻ വാങ്ങിച്ച് വീണ്ടും ഒരു പീസും കൂടെ വാങ്ങിച്ചിട്ട് 2-3 കഷ്ണം ചിക്കൻ ഫ്രൈയും എടുത്തിട്ട് ആ തിരക്കിനിടയിലും അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പതുക്കെ ആടെ ഇരുന്നേ. അന്നേരം ഒരു ചെക്കനും വന്നിട്ട് എൻ്റെ മുമ്പിൽ ആടെ ഇരുന്ന്. ഓനും നമ്മളതേ മൈൻഡ് തന്നെ. കനത്ത ബോളിങ്ങേനു. അടിപൊളിയാണ് എന്നല്ലാന്ന് മൂപ്പര് പറയുന്നത്. പിന്നെ ഞാനും അധികം വൈകിപ്പിക്കാൻ നിന്നില്ല. കയ്യോടെ അങ്ങോട്ട് തുടങ്ങി. ചിക്കൻ ഫ്രൈയിലാണ് ഞാൻ തുടങ്ങിയത്. ഫ്രൈ നൈസേനു. നന്നായിട്ട് ഫ്രൈ ആയിട്ടെല്ലാം ഉണ്ട്. പിന്നെ മസാലേൻ്റെ ഫ്ലേവറിലും ഉണ്ട് അത്യാവശ്യം. പിന്നെ പതുക്കെ നമ്മുടെ സ്ഥിരം രീതിയിൽ കുറച്ച് ബിരിയാണി റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കി. ബിരിയാണി റൈസിൻ്റെ ആ ഒരു ലുക്ക് കണ്ടേരം ഞാൻ മനസ്സിലൊരു ഫ്ലേവർ പ്രതീക്ഷിച്ചിട്ടാണ് ഇത് കഴിച്ചത്. പക്ഷേ ആ ഒരു ഫ്ലേവറിൻ്റെ അത്ര വന്നിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ചിക്കൻ കുറച്ചൊന്ന് മുസ്തേനും കേട്ടോ. ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവിടെ. അപ്പം അങ്ങനെ റൈസ് മാത്രം കഴിച്ച് നോക്കിയ ശേഷം പിന്നെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ച്. ചിക്കൻ വേവുമെല്ലാം ചെയ്തതിന് പിന്നെ മസാലയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ബിരിയാണീൻ്റെ ഒരു മുഹബത്ത് ഉണ്ടാക്കുന്നൊരു ഫ്ലേവർ എവിടേക്കോ അത്ര അങ്ങോട്ട് വരാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നിനെ. അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി ഞാൻ പിന്നെ നേരെ പോയത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിച്ചിട്ടേ വരുന്നെന്ന്. ഞാൻ പറഞ്ഞില്ല ഒന്നും കഴിച്ചിട്ടില്ലാന്ന്. എന്നാൽ പിന്നെ ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ആക്കിയാലോ എന്ന് ചോദിച്ചു അവർ. ഞാൻ പറഞ്ഞു ഓ ആക്കാം. അങ്ങനെ റാന്തലിന് ആട്ടപ്പൊറോട്ടയും തവ ഫിഷും പിന്നെ ദാൽ ഫ്രൈയും വാങ്ങിച്ചിന്. ആ തവ ഫിഷിൻ്റെ കൂടെ ഒരു ഗ്രേവി കിട്ടീനെ ഫിഷിൻ്റെ. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാണ് റാന്തലിന് വാങ്ങിച്ച ആ തവ ഫിഷ്. അമൂറാണേ മീൻ. ഏകദേശം 1 കിലോ 50 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1730 രൂപയാണേ. പിന്നെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ റേറ്റ് മാറിയും കേട്ടോ. മീൻ നല്ല ഫ്രഷാണ്, സെറ്റാ. പക്ഷേ ആ മസാല ഉണ്ടല്ലോ, അതെന്തോ എനിക്ക് അങ്ങോട്ടൊരു ഭയങ്കര മജയുള്ള പോലെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇവിടുന്ന് തന്നെ ഇതിനേക്കാളും നല്ല മസാലയുള്ള തവ ഫിഷെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു പൊറോട്ടയും ആ ഗ്രിൽ ഫിഷും കുറച്ച് ദാൽ ഫ്രൈ എല്ലാം കഴിച്ച ശേഷമോ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച ശേഷം നേരെ ജിമ്മിലേക്ക് വിട്ട് എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഠിനമായ വർക്കൗട്ട് കഴിഞ്ഞ ശേഷം പിന്നെയും ഒരു സ്പോട്ടിലേക്ക് രാത്രി ഒരു 10:15 ഞാൻ ഫുഡ് അടിക്കാൻ പോയേ. എന്നിട്ട് ആദ്യം തന്നെ ഇവിടുന്ന് മൊത്തത്തിലൊന്ന് സെറ്റാവാൻ വേണ്ടി കുടിച്ചത് ഈ ചൂട് മട്ടൺ സ്പൈസസ് സൂപ്പാ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സാലഡിൻ്റെ പ്ലാറ്റർ ആയിട്ടുള്ള ഒരു കോൾഡ് മെസ്സേ പ്ലാറ്റർ ഓർഡർ ചെയ്ത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ചെറിയ കബാബ് പ്ലാറ്റർ ആയിട്ടുള്ള ഒരു കെബാക്കസ് പ്ലാറ്റർ ഓർഡർ ചെയ്ത്. ഇതിൻ്റെ അകത്ത് 2 ചിക്കൻ്റെ കബാബ് വരുന്നുണ്ട്. പിന്നെ ഒരു ബീഫ് കബാബും വരുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ലേശം സാലഡ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ പീറ്റ ബ്രെഡ് നിരത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിലുള്ള പ്ലേറ്റിൽ എല്ലാം 2 വീതം എടുത്തിട്ട ശേഷം പതുക്കെ ആരാംസെ ഞാൻ കഴിക്കാൻ തുടങ്ങിയേ. ആദ്യം കഴിച്ചത് പിന്നെ ഇവരെ ബട്ടർ തേച്ചിട്ടുള്ള ഒരു പീറ്റ ബ്രെഡ് ഉണ്ട്. അതിൻ്റെ നടുവിലേക്ക് ആ കെബാക്കസ് പ്ലാറ്ററിലുള്ള ഇതില്ലേ ചിക്കൻ വിങ്സ്, അതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ആ സൽസ സാലഡ് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ചിക്കൻ വിങ്സിൻ്റെ മേലെ അവിടെ വെച്ചിട്ട് 3ഉം കൂടെ ചേർത്ത് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ വിങ്സ് അടിപൊളിയായിട്ടുണ്ട്. ഫ്ലേവർ സെറ്റാ. ചിക്കൻ്റെ ഏകദേശം അങ്ങ് ഉള്ളിൽ വരെ എത്തിന്. പക്ഷേ വിങ്സിൻ്റെ പുറം ഭാഗമോ ആടി ഈടിയെല്ലാമായിട്ട് കുറച്ച് നല്ലോണം കരിഞ്ഞു പോയിന് കേട്ടോ. ഈ ബീഫ് അങ്ങനെ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിരുന്നു. കുറച്ച് നല്ല ജ്യൂസി ഇല്ലായിരുന്നു കേട്ടോ. നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു. ഇവിടെ ഈ കോൾഡ് മെസ്സേ പ്ലാറ്റർ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എത്രയോ തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം അത്. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരു പുതിയ ഐറ്റം കഴിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഐറ്റം ഇവിടുന്ന് ട്രൈ ചെയ്യുന്നത്. ഇതാണ് ഇസ്താൻബുൾ ബീഫ്. വെറും ഇസ്താൻബുൾ ബീഫല്ല, ഇസ്താൻബുൾ കബാബ് ബീഫ്. കട്ടിയായിട്ട് വരുന്ന ഒരു ബീഫ് റോളാണ് ഈ സാധനം. ഇതിൻ്റെ അകത്ത് വരുന്നത് ബീഫിൻ്റെ ഷീഖ് കബാബാണ്. പിന്നെ ചീസും സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തൊരു ക്രീമി ആയിട്ടുള്ള സോസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് മുക്കിയിട്ട് വേണം കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ലാസ്റ്റ് ചിക്കൻ കബാബ് ലേശം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു തുർക്കിഷ് ബ്രെഡ് ഓർഡർ ചെയ്ത്. എന്നിട്ട് തുർക്കിഷ് ബ്രെഡും നമ്മളെ ആ ചിക്കൻ വിങ്സും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ച് അവസാനം നമ്മളെ ആ ഇസ്താൻബുൾ ബീഫെല്ലാം മുക്കാൽ ഭാഗം കഴിച്ചിട്ട് 2 പീസ് ബാക്കിയുണ്ടായിരുന്നു. അത് പാർസലാക്കിയിട്ട് എടുത്തിട്ടാണ് പോയത്. ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ഒണ്ടയൻ റോഡിൽ ആലുക്കൽ നഴ്സിംഗ് ഹോമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ടേക്ക്വൈസ് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ നടന്ന ശേഷം അങ്ങനെ തന്നെ നടന്നിട്ട് നേരെ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കഫേയിൽ പോയി. അവിടെ പോയിട്ട് അവിടുന്നൊരു സ്പാനിഷ്
സ്പാനിഷ് ഡിലൈറ്റും ചോക്ലേറ്റും വെനീലയും കൂടെ വരുന്ന ഒരു ഫലൂദയും ഓർഡർ ചെയ്തു. പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ ബർഗറും കഴിച്ചിട്ടാണ് പോയത്. അപ്പം ശരി.